നിങ്ങൾ യു എയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിലും സോഹോ ബുക്സ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലയൻസ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അത് സൗദിയിലാണെങ്കിൽ സാറ്റ്ക ആണെങ്കിലും FTA യു എയിലാണെങ്കിലും ഇന്ത്യൻ GST സുവിധയാണെങ്കിൽ പോലും. അപ്പം ഇത് എക്സാമ്പിളാണ് ലാസ്റ്റ് വീക്ക് വന്ന GSTൻ്റെ അപ്ഡേറ്റ് ഇന്ത്യയിൽ അന്ന് മോർണിംഗ് 22 മോർണിംഗ് തന്നെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് GST പെർസെൻറ്റേജ് ഐറ്റം വൈസ് ഓട്ടോമാറ്റിക് സിസ്റ്റം ചേഞ്ച് ആയി. അതിനുള്ള പ്രൊവിഷൻ വരും കാരണം HSN വൈസ് എടുത്തിട്ട്. അപ്പം ഇതുപോലത്തെ അഡ്വാൻറ്റേജാണ് നമുക്ക് ഇവിടെയൊക്കെ ഈ കോംപ്ലയൻസ് ഇൻറ്റഗ്രേറ്റഡ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് സോഹോ ബുക്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കറൻറ്റ് സിസ്റ്റത്തിൽ ബോട്ടിലൊക്കെയാണ് എക്സലായിട്ട് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും ബോട്ടിലൊക്കെ പുതിയൊരു അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ നോക്കുകയാണ്, ഇപ്പോൾ ഈ ഇൻവോയ്സ് കാര്യങ്ങൾ കേപ്പബിൾ ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ സോഹോ ബുക്സ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീച്ചേഴ്സിന് നിങ്ങളുടെ ഓപ്പറേഷണൽ ഫീച്ചേഴ്സിന് സോഹോ ബുക്സ് ആപ്റ്റ് ആണോ ആ അക്കൗണ്ടിങ് ബേസിന് ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ നിങ്ങളുടെ പ്രോസസ്സ് ചെക്ക് ചെയ്ത് അത് നിങ്ങളുടെ ഇതിന് യൂസ്ഫുൾ ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കണോ എടുക്കുന്ന ഈസിയായിട്ട് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് മണിയും അതുപോലെ തന്നെ ടൈമും സേവ് ചെയ്യാൻ പറ്റും.